ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കുറുന്തോട്ടി കൊണ്ട് ഷാമ്പു ഉണ്ടാക്കുന്ന രീതിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ ഉള്ള അഴുക്കുകളൊക്കെ പോകാൻ വളരെ നല്ലതൊരു ഷാമ്പൂവിൻ്റെ ജോലി തന്നെ ഈ കുറുന്തോട്ടി ചെയ്തോളും. അപ്പോൾ നമ്മുടെ റോഡ് സൈഡിലൊക്കെ കാണുന്നത് ഇതുപോലത്തെ ഇലകളെല്ലായിടത്തിലും ഉണ്ടാവും. ഇലയുള്ളതാണ് കുറുന്തോട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് ഇലകളൊക്കെ പറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിലുള്ള അഴുക്കുകൾ, മുടിയിലുള്ള അഴുക്കുകളൊക്കെ പോയി മുടി ഒന്ന് നീറ്റാക്കി ക്ലീനാക്കി കിട്ടാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് കുറുന്തോട്ടിയുടെ ഇല കഴുകി വൃത്തിയാക്കിയിട്ട് അതിട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അത് അരിയാനുള്ളത്ര വെള്ളം മതി. ഇത് നമ്മുടെ ചെമ്പരത്തി താളി ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല കൊഴുപ്പായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതാണ് അരച്ചെടുത്തിട്ടുള്ളൊരു ടെക്സ്ചർ. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു തുണിയിൽ വെച്ചിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ലൊരു തുണിയിൽ വെച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കാം. കണ്ടിട്ടില്ലേ, ഭയങ്കര തിക്കായിട്ടുള്ള ഷാമ്പു പോലെ തന്നെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് കുറച്ചൊന്ന് ലൂസാക്കണം, ഇല്ലെങ്കിൽ മുടിയിലിങ്ങനെ തീരെ മുടിയിൽ ഇതാക്കുമ്പോൾ നമുക്ക് പറ്റിപ്പിടിക്കാത്ത പോലെ തോന്നും, മുടിയിൽ കൊള്ളാത്ത പോലെ തോന്നും. അപ്പോൾ ഇതുപോലെ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കിയിട്ട് നമുക്ക് ഷാമ്പു ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്ത് കഴുകി കളയാവുന്നതാണ്. അപ്പോൾ അത് വളരെ നല്ലതാണ്. അഴുക്കൊക്കെ പോകാറുണ്ട്. പണ്ട് മുതലേ ഉപയോഗിക്കുന്നത് എൻ്റെ ഉമ്മാവ് പറഞ്ഞ ഒരു കാര്യമാണിത്. അപ്പോൾ അവരൊക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു സംഭവമാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഴുക്ക് പോകാനൊക്കെ ബെസ്റ്റാണിത്. സ്കാൽപ്പ് വൃത്തിയാക്കി തരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്കറിയുന്ന 1-2 പേർക്ക് കൂടി ചാനലിൻ്റെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.